അപ്പോൾ പറയണം മിസ്റ്റർ വെങ്കടേശ്വരൻ, വാട്ട്സ് യുവർ പ്രോബ്ലം? സർ, പ്രപ്പോസ് പ്ലാൻസിൽ പെട്ടെന്ന് വന്ന ചേഞ്ചസ് ലൈക്ക്. അപ്പൊ നീ ഇതുവരെ പോയില്ലേ നാട്ടിലല്ലേ? അല്ല സർ, അതിനിതുവരെ. പിന്നെ എപ്പോഴാടാ മൂക്കി പല്ല് മണച്ചിട്ടോ? നീ നാട്ടിൽ പോകുമ്പോ ഓർത്തണം, ഇവനൊരു പെണ്ണ് അന്വേഷിക്കാൻ. സർ, ഇത് നോ വെങ്കി, എനിക്കറിയാം ഈ പ്ലാൻസ് കാണാപ്പടം. വെറുതെ ഫ്ലിംസി എക്സ്ക്യൂസസ് വേണ്ട. അല്ല രവി, നോ, ഇത്തവണ ചന്ദ്രേട്ടനും കഴിയില്ല ഇയാളെ രക്ഷിക്കാൻ. രവി, ഞാൻ 1.5 വർഷം, അതാണ് പണി തീർക്കാൻ അറബി അനുവദിച്ചു തന്നിരിക്കുന്ന കാലാവധി. ഇതിനോടകം 4 തവണ ഞാൻ എക്സ്റ്റൻഷൻ ചോദിച്ചു കഴിഞ്ഞു. ഗ്രാൻഡഡ് ബട്ട് നോട്ട് എനിമോർ. ഇനി അയാളുടെ മുമ്പിൽ നിന്ന് അവധിക്കിരുന്നാൽ അയാൾ മുഖവിടെ ചാട്ടും, അല്ലെങ്കിൽ ഇന്ത്യക്കാരന്റെ കഴിവുകേടെന്ന് പറഞ്ഞ് പരിഹസിക്കും. ഐ വുഡന്റ് സ്റ്റൂപ്പ് ടു ദാറ്റ്. ഇനി കൃത്യം 90 ദിവസം, അതാണ് തന്റെ ഡെഡ് ലൈൻ, മറക്കണ്ട. ബൈ. ലുക്ക് രവി, ഈ 90 ദിവസം എന്ന് പറയുമ്പോൾ എക്സ്ട്രാ ലേബർ, എക്സ്ട്രാ മെഷീനറീസ് എല്ലാം കൂടി എത്ര നഷ്ടം വരും അറിയോ കമ്പനിക്ക്? അറിയാം. അപ്രോക്സിമേറ്റ്ലി ടു ദ ട്യൂൺ ഓഫ് $1 million. യെസ്, ദാറ്റ്സ് റൈറ്റ്. നീ പറ, ചന്ദ്രേട്ടൻ ഏതാ വലുത്, മാനമോ പണമോ? അല്ല, സംശയിക്കേണ്ട, മാനം. മിസ്റ്റർ വെങ്കടേശ്വർ സർ, ഈ ബിൽഡിംഗിന്റെ കോൺട്രാക്റ്റിൽ നമ്മളോടൊപ്പം മത്സരിച്ച അമേരിക്കൻ കമ്പനിയിൽ ഒരു ബെറ്റർ ജോബിന് താൻ ട്രൈ ചെയ്യുന്നുണ്ടല്ലേ? എന്നിട്ട് എത്ര തരാമെന്ന് ഏറ്റവും ഇവിടെ ഇങ്ങനെ കാര്യങ്ങൾ കുഴപ്പിക്കുന്നതിന്? വെങ്കി, നാട്ടിലെ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്, അത്യാഗ്രഹത്തിന് പേരിൽ ഇവിടെ ചെയ്തു പോയ സൈഡ് ബിസിനസ്സുകൾ, പിന്നെ പ്രസ്റ്റീജിയസ് സ്കൂളുകളിൽ മക്കളുടെ പഠിപ്പ്, എല്ലാം കൂടെ ബാധ്യതകൾ ഒരുപാട് വരുത്തി വെച്ചിട്ടുണ്ട് താൻ, എനിക്കറിയാം. സോ പണമാണ് തന്റെ പ്രശ്നമെങ്കിൽ തനിക്ക് എന്നോട് ചോദിക്കാം, എത്ര വേണമെങ്കിലും. അല്ലാതെ എന്നെ വിൽക്കരുത്. അഥവാ വിറ്റാൽ തന്നെ സ്വയം വിൽക്കരുത്. ദാറ്റ് കിൽസ് യു. ഹലോ. ആഹാ, ഇതെപ്പോ ലാൻഡ് ചെയ്തു മാഡം? നന്നായി, നല്ല ആളാ. കിട്ടുന്ന നേരിട്ട് തന്നെ വാങ്ങിച്ചോളേ. ഇച്ചാൻ ഇവിടെ തന്നെ ഉണ്ട്, കൊടുക്കണോ? ആരാടാ? ആലീസ. എവിടെന്ന്? ഇവിടുന്നാ, ദുബായിന്ന്. വന്നിറങ്ങി വീട്ടിൽ ചെന്നപ്പോ വീട് ശൂന്യം. ഓഫീസിൽ വിളിച്ചപ്പോ ഇച്ചാനില്ല, കൂടെ ഫ്രണ്ട്സും ഉണ്ടേ. അതുകൊണ്ട് ഉള്ള സമയം ചെത്താൻ ഇറങ്ങിയെന്ന്. ഇച്ചാന് തരട്ടെന്ന് ചോദിച്ചപ്പോ അയ്യോ വേണ്ടേന്ന് പറഞ്ഞ് കട്ട് ചെയ്തു. ആ, ഇങ്ങോട്ട് ഇറങ്ങി വാടി. What has happened? What's the problem? ഇങ്ങോട്ട് ഇറങ്ങി വരാൻ. Oh my God. You put the cigarette down. നിന്നോട് 100 തവണ ഞാൻ പറഞ്ഞിട്ടില്ലേ, ഇത് എയർക്രാഫ്റ്റ് അല്ല, ഇങ്ങനെ പറപ്പിക്കരുത്. Friends, meet my only brother, my only sister, my father, my mother, Ellam, the legendary Ravi Maman. Hi. ഏതാടി ഈ തെമ്മാടികള്? All trainee pilots. എന്നെ പോലെ തന്നെ. പ്രതീക്ഷിക്കാതെ ഒരു 3 ദിവസത്തെ അവധി വീണ് കിട്ടിയപ്പോ ഡൽഹിയിൽ ഇവളുമാരിയും കൊത്തി ഒരൊറ്റ പറക്കൽ പറഞ്ഞതാ ഞാൻ. വിളിച്ചു പറയണ്ട, ഇച്ചാൻ ഇതൊരു സർപ്രൈസ് ആവട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ ചന്ദ്രനങ്കിൾ യോട്ടില് വിളിച്ചിട്ട് ആ ക്രൂവിനോടെ ഒന്ന് ചാടി നിൽക്കാൻ പറയണം. ഇവളുമാരെയും കൊണ്ടൊന്ന് വെലസണം എനിക്ക്. എന്റെ ഇച്ചായന് ദുബായിൽ ഒരു സ്റ്റേറ്റ് ഓഫ് ദി ആർട്ട് പായ് കപ്പലുണ്ടെന്ന് പറഞ്ഞപ്പോ വിശ്വാസം വരുന്നില്ല ഇവളുമാർക്ക്. അങ്കിൾ പ്ലീസ്, ഇവളുമാരുടെ മുന്നില് എന്നെ കൊച്ചാക്കല്ലെന്നൊന്നും പറഞ്ഞ് ഈ രാക്ഷസനോട്. ഇച്ചായ പ്ലീസ്. പക്ഷേ നിന്റെ ഈ തലതെറിച്ചോളുമാരോട് പറഞ്ഞേക്കണം, നോ സ്മോക്കിംഗ്, നോ ഡ്രിങ്കിങ് ആൻഡ് സ്ട്രിക്ട്ലി നോ എസ്കേപ്പേഴ്സ്. നല്ല പൊന്നിച്ചായൻ. താങ്ക് യു. അയ്യോ, അത് മറന്നു. അതെ, പറ. ഏതാ അവള്? അവളോ? ഏതവള്? ഓഫീസിൽ വിളിച്ചപ്പോ ലേഡ പറഞ്ഞല്ലോ, ഇച്ചായന്റെ കൂടെ സർപ്രൈസ് പോലെ ഒരു പുതിയ Y2K വന്ന് ചാടിയിട്ടുണ്ടെന്ന്. Y2K? അതേന്ന്, Y2K. ഒരു സുരയ്യ, ഒരു ഡമുക്ക് പെണ്ണ്, ഒരു അഞ്ജലി ഭക്തിയാർ. ഏതാ അവള്? ചരക്ക. ഏതായാലും കേട്ടെടുത്തോളം നമുക്ക് വേണ്ട ഇച്ചായ. അതെ, ഇവിടെ പകരം കയറ്റിയിരുത്തുന്നത് ഒരു നല്ല പെണ്ണിനെ അല്ലെങ്കിൽ സൂസന്നെ പിണങ്ങും, മറക്കണ്ട.
സോറി. പ്ലീസ് പ്ലീസ് ബി ഓൾ റൈറ്റ്. ഹേ ചൈനീസ് ഓൾ റൈറ്റ്. മോളിച്ചില്ലേ, ഹാവ് എ ഗുഡ് ടൈം. താങ്ക് യു ചയ. Bye. ബൈ. ചന്ദ്രേട്ടാ, യോട്ടിൽ വിളിക്കുമ്പോ അവന്മാരോടൊന്ന് പറഞ്ഞേക്കണം ടു ടേക്ക് എക്സ്ട്രാ കെയർ. ഡൺ. കണ്ണ, ഗുരുവായൂരപ്പ, നല്ലത് വരുത്തണേ കൃഷ്ണ. ഈശ്വര. ഹലോ, യെസ്, സ്വാമിനാഥൻ ഹിയർ. ഹലോ. ഹലോ, ഗുഡ് മോർണിംഗ്. വിക്ടറാണ് സാർ. ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. ആ ഹലോ, ഗുഡ് മോർണിംഗ്. പിന്നെ നമ്മുടെ കേസിന്റെ കാര്യത്തിൽ പെട്ടെന്ന് ചില പുതിയ ഡെവലപ്മെന്റ്സ് ഉണ്ട് സാർ. സാറ് ഇതിപ്പോ ഇന്നാണല്ലോ ശരിക്കും കോടതി ഡിസിഷൻ വരാനുള്ളത്. പക്ഷെ ഇതിപ്പോ ബൈ ഗോഡ്സ് ഗ്രേസ്, അല്ലാഹ് കരീം നമ്പുരാന്റെ കൃപ കൊണ്ട് ഒക്കെ ചുറ്റി വളഞ്ഞ് നമ്മുടെ വഴിക്ക് തന്നെ വരുന്നുണ്ട് സാർ. വിക്ടറിന്റെ പ്രാർത്ഥന ഉണ്ട് സാർ. ഇല്ല, എന്റെ വക്കീൽ എന്റെ കൂടെ തന്നെ ഉണ്ട്. ഡീറ്റെയിൽസ് ഞാൻ അങ്ങോട്ട് എത്തിയിട്ട് പറയാം സാർ. നേരിട്ട് പറയാം സാർ. എത്തുമ്പോഴേക്കും സാറിന് റെഡി ആയിരുന്നെങ്കിൽ. ഓ ആ, ഓക്കെ സാർ, ഓക്കെ. പ്രൈസ് ദ ലോർഡ്. വക്കീലേ, പ്രൈസ് ദ ലോർഡ്. ബാബു, വണ്ടി എടുത്തേ. കണ്ടില്ലേ, കേസിന് ആവശ്യമുള്ള കടലാസുകളാ. പണ്ടിതിനൊക്കെ വെളിപ്പുറത്ത് 4-5 സെക്രട്ടറിമാരായിരുന്നു അച്ഛന്. ഇന്നിപ്പോ ഒക്കെ തനിച്ച് വേണം ചെയ്യാൻ. ഞാൻ അമ്മൂനോട് പറയായിരുന്നേ, ഇവിടെ ഒരാള് രാവിലെ പൂജാമുറി കയറി കഥകടച്ചതാണ്, ഇതുവരെ പുറത്തിറങ്ങിയിട്ടില്ല, ഒരു സഹായത്തിന് വിളിച്ചാൽ കിട്ടില്ല എന്ന്. താനിങ്ങനെ നിത്യവും കരഞ്ഞു കരഞ്ഞ് ഈശ്വരന്മാർക്ക് വല്ലാത്ത ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് ഈയിടെയായിട്ട് കേട്ടോ. എല്ലാം ഇങ്ങനെ തനിച്ച് തന്നെ ചെയ്യണമെന്ന് വാശി പിടിക്കാതെ ആരെങ്കിലും സഹായത്തിന് വിളിക്കായിരുന്നു രവിയുടെ ഓഫീസിൽ നിന്ന്. അതിനും മാത്രം ഭാരിച്ച ജോലി എന്താ ഇവിടെ ഉള്ളത്? അയ്യോ, ഓക്കെ, ഐ ആം ഓൾ റൈറ്റ്. താനെ ആ ഡോക്ടറെ ഒന്ന് വിളിച്ചിട്ട് കാണാനൊരു സമയം ചോദിച്ചു വെക്കണം നാളത്തേക്ക്. ഒന്നും ഉണ്ടായിട്ടല്ലടൂ, വെറുതെ ഒരു ഉൾഭയം. പണ്ട് ബോംബെയിൽ നിന്ന് വെറും കൈയോടെ വന്നിറങ്ങിയ ഒരു സാധാ കണക്കെഴുത്ത് ഗുമസ്തൻ ദുബായിലെ ബിസിനസ് സർക്കിളിൽ കോടികൾ വീശിപ്പിടിക്കാൻ തുടങ്ങിയപ്പോ ഇവിടുത്തെ പഴയ ബ്രിട്ടീഷുകാർ പോലും വാഴ്ത്തിയിട്ടുണ്ട് ഈ പാവം പട്ടരെ ഡെയർ ഡെവിൾ, ധീരശൂര പരാക്രമി എന്നൊക്കെ. എന്നിട്ടിപ്പോ ദാ ഭയം, ആങ്സൈറ്റി, ഇൻസോംനിയ, പാരാലിറ്റിക് സ്ട്രോക്ക്. മടുത്തടോ ഈ അവസ്ഥ. കിട്ടാക്കടങ്ങൾ ഒരുപാടുണ്ട്, എഴുതിത്തള്ളാം. പക്ഷേ ഒരു ജീവിതം കൊടുക്കാൻ നമ്മൾ എടുത്തു വളർത്തിയ പാവം നമ്മുടെ മോക്കും പിന്നെ തനിക്കും ബാധ്യതകൾ ഉണ്ടാക്കി വെച്ചു എന്നൊരു പഴി കേൾക്കാൻ പാടില്ല മരിക്കുമ്പോ. എന്തിനാ ഇങ്ങനെ വെറുതെ ഓരോന്നൊക്കെ? ബാംഗ്ലൂർ പിടിച്ചിട്ട് ലൈൻ കിട്ടുന്നില്ല. ഇനി താനൊന്ന് ട്രൈ ചെയ്ത് നോക്ക് അമ്മൂനെ.